ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ തേർഡ് ഫേസിലേക്കുള്ള ഹാൾ ടിക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസിലേക്കുള്ള ഹാൾ ടിക്കറ്റ് ഇതാണ് നിങ്ങളുടെ ഇപ്പോൾ പ്രൊഫൈലിൽ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഫസ്റ്റ് ഫേസിന്റെ സെക്കൻഡ് ഫേസിന്റെയും ഹാൾ ടിക്കറ്റ് ഓൾറെഡി എന്ത് ചെയ്തിരുന്നു, വന്നു കഴിഞ്ഞിട്ട് അതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് തേർഡ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഫസ്റ്റും സെക്കൻഡും ഫേസും എഴുതാൻ സാധിക്കാതെ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും അർജൻസി ഉള്ള ഒരു കേസ് കൊണ്ട് ഈ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കാതെ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേക ഒരു പോർട്ടൽ ഓൺ ആക്കി 19-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ ആണെന്ന് തോന്നുന്നു അല്ലേ. ആ ഒരു ടൈം പീരീഡിന് ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, അവർ ഈ പറയുന്ന രീതിയിൽ ഒരു അപേക്ഷിക്കാനുള്ള ഒരു സമയം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെറിയൊരു കാലതാമസം, ഈ ഹാൾ ടിക്കറ്റ് വരുന്ന ചെറിയ കാലതാമസം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് ഫേസിന്റെ ഹാൾ ടിക്കറ്റ് എന്താണ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന തേർഡ് ഫേസിന്റെ ഹാൾ ടിക്കറ്റ് എന്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇനി എത്ര ദിവസം ഉണ്ട്, ഈ പറയുന്ന 10-12 ദിവസങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക് ഈ പരീക്ഷയ്ക്ക് ഇനി എന്ത് ചെയ്യുന്നത് മുന്നിലുള്ളതെന്നുള്ളതാണ്. അപ്പം അതെന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് ഫേസിന്റെ സെക്കൻഡ് ഫേസിന്റെയും ഓൾറെഡി അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ നിങ്ങൾ കിട്ടിക്കാണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന നമ്മൾ കണ്ട് പഴകിയിട്ടുണ്ടായിരുന്ന ഒരു തരം ചോദ്യ പാറ്റേൺ ആയിരുന്നില്ല എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ശ്രമിക്കുക. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുകയും അത് ബന്ധപ്പെട്ട് ആ ഒരു വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോറുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്നുമില്ല, ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫൈലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വന്നിട്ടുണ്ടോ, അതേപോലെ സെന്റർ എന്നാണ് അല്ലെങ്കിൽ സെന്റർ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വിജയം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.